അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ് അൽ ഫിഖ്ഹുൽ ഇസ്ലാം രണ്ടാം പാഠം അൽ മുവാഫിഖ് വൽ മസ്ബൂഖ് എന്ന പാഠം ഇൻഷാ അല്ലാഹ് വായിച്ച് നമുക്കതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. പാഠത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം ആരാണ് മുവാഫിഖ്, ആരാണ് മസ്ബൂഖ്, മസ്ബൂഖിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, മുവാഫിഖിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നു. പിന്നെ ഇമാമത്ത് നിൽക്കേണ്ടത് ആരായിരിക്കണം, നമ്മുടെ ഇമാം ആരായിരിക്കണം എന്നതുണ്ട്. ഫാസിഖ് മുബ്തദി പറ്റൂല, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇമാമത്തിൻ്റെ ജമാഅത്തിൻ്റെ അദബുകൾ, ആ അദബുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജമാഅത്തിൻ്റെ കൂലി നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇമാമും മഅ്മൂമും രണ്ടാൾ വീതമാണെങ്കിൽ ഇമാമും മഅ്മൂമും രണ്ടാളാണെങ്കിൽ എവിടെ നിൽക്കണം, മൂന്നാമതൊരാൾ വന്നാൽ അയാൾ എവിടെ നിൽക്കണം, അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ അദബുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. മഅ്മൂമ് ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും ഇമാമു റുക്കൂഇലേക്ക് കുനിഞ്ഞു. ഇമാമിനോടൊപ്പം റുക്കൂഅ് ചെയ്യാൻ പറ്റുമോ? സൽമാൻ ചോദിച്ചു. എന്താണ് സൽമാൻ്റെ ചോദ്യം? മഅ്മൂമ് ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ടില്ല, മഅ്മൂം എന്ത് ചെയ്തിട്ടില്ല? ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഇമാം എന്ത് ചെയ്തു? ഇമാമ് റുക്കൂഇലേക്ക് പോയി. ഇമാം എവിടേക്ക് പോയി? റുക്കൂഇലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഇമാമിനോട് കൂടെ റുക്കൂഅ് ചെയ്യാൻ പറ്റുമോ? അതാണ് സൽമാൻ ചോദിച്ചത്. ഇമാമിനോട് കൂടെ റുക്കൂഅ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഉസ്താദ് മറുപടി കൊടുക്കുകയാണ്, മസ്ബൂക്കാണെങ്കിൽ റുക്കൂഅ് ചെയ്യണം. മസ്ബൂക്കാണ് അവനെങ്കിൽ റുക്കൂഅ് ചെയ്യണം. മുവാഫിഖാണെങ്കിൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷമാണ് റുക്കൂഅ് ചെയ്യേണ്ടത്. അപ്പോൾ അവൻ മസ്ബൂക്കാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവന് റുക്കൂഅ് ചെയ്യണം. അവൻ മുവാഫിഖാണെങ്കിൽ അവൻ ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റുക്കൂഅ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആരാണ് മസ്ബൂക്ക്, ആരാണ് മുവാഫിഖ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ടാവും. അതാണ് ഇവിടെ, ആരാണ് മസ്ബൂക്കും മുവാഫിഖും, ആരാണ് മസ്ബൂക്കും മുവാഫിഖും? അപ്പോൾ അതിൻ്റെ മറുപടി, തെക്ബീർ ചൊല്ലിയതിന് ശേഷം ഇമാമിനോടൊപ്പമുള്ള ഖിയാമിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവൻ മസ്ബൂക്ക് എന്നും കിട്ടിയവന് മുവാഫിഖ് എന്നും പറയുന്നു. തെക്ബീർ ചൊല്ലിയതിന് ശേഷം ഇമാമിനോടൊപ്പമുള്ള ഖിയാമിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയില്ല, അവനാര്? മസ്ബൂക്ക് എന്ന് പറയുന്നത്. സമയം കിട്ടിയവനോ അവനാണ് മുവാഫിഖ് എന്ന് പറയുന്നത്. റെഡിയല്ല? ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതാൻ കിട്ടാത്തവന് മസ്ബൂക്ക്, ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയവന് മുവാഫിഖ്. ഇതാണ് മസ്ബൂക്കും മുവാഫിഖും തമ്മിലുള്ള വ്യത്യാസം. മസ്ബൂക്ക് ആകുമ്പോൾ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയില്ല, മുവാഫിഖ് ആകുമ്പോൾ ഫാത്തിഹ ഓതാൻ സമയം കിട്ടി. ഇനി വജ്ജഹ്തു ഓതിയത് കൊണ്ട് സാവധാനം ഓതുന്ന ആളായതുകൊണ്ടോ, വജ്ജഹ്തു ഓതിയത് കൊണ്ടോ സാവധാനം ഓതുന്ന ആളായതുകൊണ്ടോ ഫാത്തിഹ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുവാഫിഖ് ഇമാമിനോടൊപ്പം റുക്കൂഅ് ചെയ്യാൻ പാടില്ല. എങ്ങനെ? വജ്ജഹ്തു ഓതിയത് കൊണ്ടോ സാവധാനം ഓതുന്ന ആളായതുകൊണ്ടോ ഫാത്തിഹ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുവാഫിഖ് ഇമാമിനോടൊപ്പം റുക്കൂഅ് ചെയ്യാൻ പാടില്ല. ഇവൻ മുവാഫിഖാണ്, ഇമാമിൻ്റെ കൂടെ സാധാരണ രൂപത്തിൽ ഫാത്തിഹ ഓതുകയാണെങ്കിൽ, സാധാരണ ഒരാൾ ഓതുന്ന രൂപത്തിൽ ഓതുകയാണെങ്കിൽ ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതാനുള്ള സമയം അവനക്കുണ്ട്. അങ്ങനത്തെ അവന് വജ്ജഹ്തു ഓതി, അങ്ങനെ ഫാത്തിഹ എന്ത് ചെയ്തു? ഫാത്തിഹൻ്റെ ഇടയിൽ ഇമാം റുക്കൂഅ്ക്ക് പോയി. അതല്ലെങ്കിൽ അവനെന്താണ്, പിന്നെ സാവകാശമാണ് ഓതണത്, ആ രീതിയിൽ ഓതിയത് കൊണ്ട് ഇമാം എന്ത് ചെയ്തു? ഇവൻ്റെ ഫാത്തിഹ പൗതിയായപ്പോഴേക്ക് ഇമാം റുക്കൂഇലേക്ക് പോയി. അങ്ങനെ റുക്കൂഇലേക്ക് പോയാൽ ഇവൻക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവൻ മുവാഫിഖാണല്ലോ, ഇവൻക്ക് ഇമാമിനോടൊപ്പം റുക്കൂഅ് ചെയ്യാൻ പാടില്ല. പിന്നെ അവൻ എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതി തീർക്കൽ നിർബന്ധമാണ്. അവൻ എന്ത് ചെയ്തോളണം? ഫാത്തിഹ ഓതി തീർത്തോളണം. കാരണം വജ്ജഹ്തു ഓതിയ കാരണം കൊണ്ടാണ് അവന് ഫാത്തിഹ ഓതാൻ സമയം കിട്ടാതിരുന്നത്. അതല്ലെങ്കിൽ അവൻ സാവകാശം ഓതിയത് കൊണ്ടാണ് അവിടെ ഫാത്തിഹ പൂർത്തിയാക്കാൻ അവനക്ക് സമയം കിട്ടാതിരുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്തോളണം? ഫാത്തിഹ പൂർത്തിയാക്കൽ നിർബന്ധമാണ്. അതിനുവേണ്ടി രണ്ടാം സുജൂദിൽ നിന്ന് ഇമാം ഉയരുന്നത് വരെ പിന്താവുന്നതാണ്. ഏതിനു വേണ്ടി? ഈ ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി ഇമാം രണ്ടാം സുജൂദിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ അടുത്ത റക്അത്തേക്ക് ഉയരുക. ഇമാം രണ്ടാം സുജൂദിൽ നിന്ന് ഇമാം ഉയരുന്നത് വരെ പിന്താവുന്നതാണ്. അതുവരെ അവനക്ക് വേണ്ടി എന്ത് ചെയ്യുക? ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി പിന്താം. ഇമാം രണ്ടാം സുജൂദിൽ നിന്ന് ഉയർന്നിട്ടും ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇമാമിനോടൊപ്പം ചേരുകയും സലാമിന് ശേഷം ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുകയും വേണം.
അതായത് ഫാത്തിഹ വജ്ജഹത്ത് ഓതിയ കാരണത്താലോ അതല്ലെങ്കിൽ ഖിറാഅത്ത് സാവകാശം ഓതുന്ന ആളായത് കാരണത്താലോ മുവാഫിഖിന് ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻക്ക് ഏതുവരെ ഫാത്തിഹ പൂർത്തിയാക്കാൻ ഇമാമിനെ അവിടെ നിന്ന് ഓതാൻ കഴിയും? ഇമാം രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയരുന്നത് വരെ അവൻക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫാത്തിഹ പൂർത്തിയാക്കി ഓതാൻ കഴിയും. അങ്ങനെ ഇമാം രണ്ടാം സുജൂദിൽ നിന്ന് ഉയർന്നിട്ടും രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയർന്നിട്ടും അവൻ്റെ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഓക്കെ, ആ റക്അത്തിൽ ഇമാം രണ്ടാമത്തെ റക്അത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്, രണ്ട് സുജൂദ് ചെയ്തിട്ട്. പക്ഷേ ഇവനെവിടെ ഉള്ളത്? ഇവൻ അപ്പോഴും ഒന്നാമത്തെ ഖിയാമിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇമാമിനോടൊപ്പം ചേരുകയും, ഇമാം ഇപ്പം കണ്ട് നൃത്തത്തിലേക്കല്ല വരുന്നത്, അപ്പോൾ ആ നൃത്തത്തിൽ ഇമാമിനോടൊപ്പം കൂടുക. എന്നിട്ടോ സലാമിന് ശേഷം ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുകയും വേണം. സലാമിന് ശേഷം ഇപ്പോൾ അവൻ്റെ ഒന്നാമത്തെ റക്അത്ത് നഷ്ടപ്പെട്ട്, ഇമാം രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതോടുകൂടെ ഇവൻ്റെ ഒന്നാമത്തെ റക്അത്ത് നഷ്ടപ്പെട്ട്. പക്ഷേ ഇവനെവിടെ ഖിയാമത്ത് തന്നെയാണുള്ളത്. എന്നാൽ ഇനി എന്ത് ചെയ്യുക? അവന് ഇമാമിനോട് കൂടെ എന്ത് ചെയ്യുക? തുടരുക. അപ്പോൾ ഇമാമിൻ്റെ രണ്ടാമത്തെ റക്അത്താണത്, ഇവൻ്റെ എത്രാമത്തെ റക്അത്താണ്? ഒന്നാമത്തെ. കാരണം ഒരു റക്അത്ത് ഇവൻക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇമാമിനോട് കൂടെ അവൻ നിസ്കരിക്കുന്നു. അപ്പോൾ ഇമാം 4 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടിയാൽ പിന്നെ ഇവൻ എന്ത് ചെയ്യണം? എണീറ്റ് നിൽക്കണം. കാരണം ഇവൻക്ക് എത്ര റക്അത്തായിട്ടുള്ളൂ? 3 റക്അത്തായിട്ടുള്ള ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ 4ാമത്തെ ഇമാമ സലാം വീട്ടിയതിന് ശേഷം എണീറ്റിട്ട് ഒരു റക്അത്ത് അവൻ നിസ്കരിക്കണം. ഇനി മസ്ബൂക്ക് തക്ബീർ ചൊല്ലിയ ഉടനെ ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. മസ്ബൂക്ക് പറഞ്ഞാൽ ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവനാണല്ലോ. അപ്പോൾ അവൻ വരുന്ന സമയത്ത് തന്നെ ഇമാം ഫാത്തിഹ പകുതിയായിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇമാം ഫാത്തിഹ കഴിഞ്ഞ് സൂറത്ത് ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവൻ വരുന്നത്. അപ്പോൾ എനിക്ക് ഫാത്തിഹ ഓതാനുള്ള സമയം അവിടെ ഇല്ലല്ലോ. അതാണ് മസ്ബൂക്ക്. മസ്ബൂക്ക് തക്ബീർ ചൊല്ലിയ ഉടനെ ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. അവൻ ഉടനെ വന്നുകൊണ്ട് എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതാണ് വേണ്ടത്. വജ്ജഹ്തു, അഊദു എന്നിവ ചൊല്ലാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? മസ്ബൂക്ക് വജ്ജഹത്തു ഓതാൻ പാടില്ല. അതുപോലെ തന്നെ അഊദും ഫാത്തിഹ ഓതുമ്പോൾ അഊദും എന്ത് ചെയ്യാൻ പാടില്ല? ഓതാൻ പാടില്ല. അറിയാതെ ചൊല്ലിപ്പോയാൽ ഇമാം റുക്കൂഇലേക്ക് പോയതിന് ശേഷവും ചൊല്ലിയ ഖദർ ഫാത്തിഹയിൽ നിന്ന് ഓതിയതിനു ശേഷമേ റുക്കൂഇലേക്ക് പോകാവൂ. ഇവൻ മസ്ബൂക്കാണ്, മസ്ബൂക്കായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതാൻ സമയം നമുക്ക് കിട്ടൂല. ആ രീതിയിലാണോ വന്നത്? ഇമാമ് വരുന്ന സമയത്ത് ഇമാമ് സൂറത്തായിട്ട് ഓതുന്ന കൂട്ട് നമ്മൾ അങ്ങനെയാണ് ഇപ്പം വന്നത്. അങ്ങനെ വന്നതിന് ശേഷം അറിയാതെ അവൻ എന്ത് ചെയ്തു? അഊദ് ഓതി. അല്ലെങ്കിലോ വജ്ജഹത്ത് ചൊല്ലി ഇമാം എന്ത് ചെയ്തു? റുക്കൂഇലേക്ക് പോയി. പക്ഷേ ഇമാമിലേക്ക് എന്ത് ചെയ്തു? ഇമാം റുക്കൂഇലേക്ക് പോയതിന് ശേഷവും ചൊല്ലിയ ഖദറനുസരിച്ച്, ഏത് അവൻ അഊദാണ് ഓതിയതെങ്കിൽ ആ അഊദുവിൻ്റെ ഖദറനുസരിച്ച്, അല്ലെങ്കിൽ വജ്ജഹത്തുവിൽ നിന്ന് എത്രയാണോ അവൻ ഓതിയത് അതിൻ്റെ ഖദറനുസരിച്ച് ഫാത്തിഹയിൽ നിന്ന് അവൻ ഓതിയതിന് ശേഷമേ റുക്കൂഇലേക്ക് പോകാവൂ. അപ്പോൾ മസ്ബൂക്കായ ഒരാൾ വന്ന് അവൻ അഊദ് ഓതിക്കൊണ്ട് ഫാത്തിഹ തുടങ്ങി, അല്ലെങ്കിൽ വജ്ജഹത്ത് ഓതിക്കൊണ്ട് ഫാത്തിഹ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ ആ അഊദുവിൽ നിന്നും ഓതിയതിൻ്റെ കണക്കനുസരിച്ച്, അല്ലെങ്കിൽ ആ വജ്ജഹത്തുവിൽ നിന്നും ഓതിയതിൻ്റെ കണക്കനുസരിച്ച് അവൻ എന്ത് ചെയ്തോളണം? ഇമാം റുക്കൂയിലാണുള്ളത്, അവനെന്ത് ചെയ്തോളണം? ഫാത്തിഹ ഓതിക്കോളണം. അതിൻ്റെ കണക്കനുസരിച്ച് അവനെന്ത് ചെയ്യണം? ഫാത്തിഹ ഓതണം. അതിന് ശേഷം അവനെന്ത് ചെയ്യാൻ പാടുള്ളൂ? റുക്കൂയിലേക്ക് പോകാവൂ. അപ്പോൾ ഇമാമിനോടൊപ്പം തുമഇനീനത്തോടെ റുക്കൂഇ ലഭിച്ചാൽ റക്അത്ത് ലഭിക്കും. അങ്ങനെ ഇവന് ഫാത്തിഹ വജ്ജഹത്തുവിൻ്റെ ഖദറനുസരിച്ച് ഓതി റുക്കൂഇലേക്ക് പോയി. റുക്കൂഇലേക്ക് പോണ സമയത്ത് അവിടെ എത്തി ഇമാമിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഒരു തുമഇനീനത്ത്, അവിടെ അടങ്ങി താമസിക്കുക എന്ന ആ ചലനം അടങ്ങലും അവിടെ കിട്ടിയാൽ അവൻക്ക് എന്ത് ലഭിക്കും? റക്അത്ത് ലഭിക്കും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇമാമിനോടൊപ്പം തുമഇനീനത്തോടു കൂടെ റുക്കൂഇ ലഭിച്ചാൽ റക്അത്ത് ലഭിക്കും. ഇനി ഫാത്തിഹയിൽ നിന്നും പ്രസ്തുത ഖദർ ഓതിക്കഴിയുന്നതിന് മുമ്പ് ഇമാം ഉയർന്നാൽ ഇമാമിനോടൊപ്പം ചേരുകയും സലാമിന് ശേഷം ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുകയും വേണം. അപ്പോൾ ആ റുക്കൂഇൽ ഇവന് ഫാത്തിഹ ഓതാണല്ലോ, ഫാത്തിഹ ഓതാണ് എന്തിനനുസരിച്ച്? വജ്ജഹത്ത് ഓതിയിട്ടുണ്ട് അതിൻ്റെ കണക്കനുസരിച്ച്, അല്ലെങ്കിൽ അഊദ് ഓതിയിട്ടുണ്ട് ആ അഊദുവിൻ്റെ കണക്കനുസരിച്ച് ഇവനെന്ത് ചെയ്യാണ്? ഫാത്തിഹ ഓതാണ്. ഇമാമോടെ ഉള്ളത്, ഇമാം റുക്കൂഇലാണുള്ളത്. അങ്ങനെ ഇവൻ്റെ ആ കണക്കനുസരിച്ച് ഓതി തീരുന്നതിന് മുമ്പ് ഇമാം റുക്കൂഇൽ നിന്ന് പൊന്തിയാൽ ഇവൻക്ക് എന്ത് ചെയ്തു? ആ റക്അത്ത് നഷ്ടപ്പെട്ടു. ഇനി ഇവനെന്താ ചെയ്യേണ്ടത്? ഇമാമിനോട് കൂടെ പോവാം. ഇമാം ഇനി സുജൂദിക്ക് പോകും, റുക്കൂഇലേക്ക് പോകും. അങ്ങനെ എന്ത് ചെയ്യും? ഇമാമിൻ്റെ കൂടെ പോകുന്നു. ആ റക്അത്ത് അവൻക്ക് നഷ്ടപ്പെട്ടു. ശേഷം എന്ത് ചെയ്യും? ഇമാം സലാം വീട്ടിയതിന് ശേഷം ഒരു റക്അത്ത് അവൻ കൊണ്ടുവരികയാണ് വേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ മസ്ബൂക്ക് ആണെങ്കിൽ അവൻ വന്ന ഉടനെ എന്ത് ഓതിക്കോളണം? അവൻ ഫാത്തിഹ ഓതിക്കോണം. ഫാത്തിഹ ഓതാൻ സമയം കിട്ടൂല എന്ന് കണ്ടാൽ പിന്നെ അവിടെ വജ്ജഹത്തുവിനോ അഊദ് ഓതുന്നതിനോ സ്ഥാനമില്ല. നേരെ അവൻ എന്ത് ഓതിക്കോളണം? ഫാത്തിഹ ഓതിക്കോളണം. ഫാത്തിഹ ഓതാതെ ഒരാൾ അശ്രദ്ധവാനായിക്കൊണ്ട് അഊദുവോ അല്ലെങ്കിൽ വജ്ജഹത്തുവോ ഓതിക്കഴിഞ്ഞാൽ
ആ ഔദുവിൻ്റെയും വജ്ജഹത്തിൻ്റെയും ഖദർ അനുസരിച്ച് ഇമാമു റുക്കൂയിലേക്ക് പോയതിന് ശേഷവും എന്ത് ചെയ്യണം, ഇവൻ ഫാത്തിഹയിൽ നിന്നും ഓതണം. ഫാത്തിഹയിൽ നിന്നും ഇമാമു റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫാത്തിഹ എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് വജ്ജഹത്തുവിൻ്റെയും ഔദുവിൻ്റെയും കണക്കനുസരിച്ച് എന്ത് ചെയ്യണം, ഫാത്തിഹയിൽ നിന്ന് അവൻ ഓതണം. അങ്ങനെ ഫാത്തിഹയിൽ നിന്ന് അവൻ ഓതി റുക്കൂയിലേക്ക് ചെന്നപ്പോൾ ഇമാമിനെ എവിടെ കിട്ടിയ, റുക്കൂയിൽ അടങ്ങി താമസിക്കലോടുകൂടെ തുമഇനിയത്തോടുകൂടെ ഇമാമിനെ റുക്കൂയിൽ കിട്ടിയാൽ അവൻക്ക് റക്അത്ത് കിട്ടും. അതല്ല, ഇവൻ ആ വജ്ജഹത്തുവിൻ്റെ കണക്കനുസരിച്ച് ഓതി വന്നപ്പോഴേക്ക് ഇമാം റുക്കൂയിൽ നിന്ന് ഉയർന്നാൽ അവൻ്റെ ആ റക്അത്ത് നഷ്ടപ്പെടും. അപ്പോൾ അവൻ എന്ത് ചെയ്യണം, ഇമാമിനോട് കൂടെ അങ്ങോട്ട് തുടരുന്നു. എന്നിട്ട് അവസാനം ഒരു റക്അത്ത് അവൻക്ക് കൊണ്ടുവരുന്നു. ഇവൻക്ക് ഒന്നാമത്തെ റക്അത്ത് എന്ത് ചെയ്തു, ഇമാമിനോട് കൂടെയുള്ള ഒന്നാമത്തെ റക്അത്ത് ഇവൻക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇമാമിൻ്റെ സലാമിന് ശേഷം പിന്നീട് ഒരു റക്അത്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. അതാണ് ഇപ്പോൾ അവിടെ പറഞ്ഞ വിഷയം. ഇനി ഖുർആൻ നിയമമനുസരിച്ച് ഓതാൻ അറിയാത്തവർ ഇമാമത്ത് നിന്നാൽ തുടരാൻ പറ്റുമോ? സിയാദ് ചോദിച്ചു. എങ്ങനെ ഖുർആൻ നിയമമനുസരിച്ച് ഓതാൻ അറിയാത്തവർ ഇമാമത്ത് നിന്നാൽ തുടരാൻ പറ്റുമോ? അതായത് ഖുർആൻ തജ്വീദ് നിയമമനുസരിച്ച് ഓതാൻ അറിയില്ല, അങ്ങനത്തെ ഒരാളാണ് നിന്നത്, എന്നാൽ അയാളെ തുടരാൻ പറ്റുമോ? അതാണ് സിയാദിൻ്റെ ചോദ്യം. അപ്പോൾ ഉസ്താദ് പറയാണ്, ഇല്ല. കാരണം അവൻ ഇമാമത്ത് നിൽക്കാൻ യോഗ്യനല്ല. അവൻ എന്തല്ല, ഇമാമത്ത് നിൽക്കാൻ യോഗ്യനല്ല. അവന് തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല, അവന് ഇമാമത്ത് നിർത്താൻ പറ്റൂല. പുരുഷന്മാർക്ക് ഇമാമത്ത് നിൽക്കാൻ സ്ത്രീകളും നപുംസകളും യോഗ്യരല്ല. അങ്ങനെ പുരുഷന്മാർക്ക് ഇമാമത്ത് നിൽക്കാൻ സ്ത്രീകൾ ഇമാമോ പുരുഷന്മാർ മൗമുമായിട്ട് നിൽക്കുക, അത് പറ്റൂല. അതുപോലെ തന്നെ നപുംസകൾ അത് യോഗ്യരല്ല. നപുംസകൾ എന്ന് പറഞ്ഞാൽ ഹുംസകൾ, അവരെന്തല്ല ഇമാമത്തിന് യോഗ്യരല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 9 എന്നൊക്കെ പറയുന്ന ആ ഒരു വിഭാഗം, അവരെന്തല്ല ഇമാമത്ത് നിൽക്കാൻ എന്തല്ല യോഗ്യരല്ല. തൻ്റെ ഇമാമത്തിന് യോഗ്യനല്ല എന്ന് നിസ്കാരത്തിൻ്റെക്ക് വ്യക്തമായാൽ നിസ്കാരം നിർത്തി വീണ്ടും നിസ്കരിക്കണം. എങ്ങനെ ഒരാൾ ഇമാമും മൗമുമായി ഇങ്ങനെ നിസ്കരിക്കുകയാണ്, അപ്പോഴാണ് തൻ്റെ ഇമാമത്തിന് യോഗ്യനല്ല എന്ന് നിസ്കാരത്തിനിടയ്ക്ക് വ്യക്തമായാൽ, ഇമാമത്തിന് യോഗ്യനല്ല എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടു, എന്നാൽ എന്ത് ചെയ്യണം, നിസ്കാരം നിർത്തിയിട്ട് എന്ത് ചെയ്യണം, വീണ്ടും നിസ്കരിക്കണം. ശേഷമാണ് ബോധ്യപ്പെട്ടതെങ്കിൽ, എന്ന് പറഞ്ഞാൽ ജമാഅത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബോധ്യപ്പെട്ടതെങ്കിൽ വീണ്ടും നിസ്കരിക്കണം. ജമാഅത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തൻ്റെ ഇമാം എന്തിന് അർഹനല്ല, ഇമാമത്ത് നിൽക്കാൻ അർഹനല്ല എന്ന് ബോധ്യപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ അവനക്ക് തജ്വീദിൻ്റെ നിയമം അനുസരിച്ച് ഓതാൻ അറിയില്ല, അങ്ങനത്തെ ഒരാളാണ് ഇമാമം നിന്നിരുന്നത്. പക്ഷേ ളുഹൂറായതുകൊണ്ട് പതുക്കെയാണല്ലോ ഓതുക, പിന്നീടാണ് ഇവൻ്റെ ഖിറാഅത്ത് കേട്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ബോധ്യപ്പെട്ടതെങ്കിൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കണം. ഇനി മുബ്തദിഅ്, ഫാസിഖ്, കുട്ടി തുടങ്ങിയവരെ തുടരൽ കറാഹത്താണ്. ആരൊക്കെയാണ് തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ് എന്നാൽ ഇവരെ ഇമാമത്താക്കാൻ പറ്റൂല. മുബ്തദിഅ് പുത്തൻ പ്രസ്ഥാനക്കാർ, ഫാസിഖ്, കുട്ടി, ഇതിലാരൊക്കെ മുബ്തദിഅ്, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, അങ്ങനെയുള്ള ഈ പുത്തൻവാദികൾ അവരൊക്കെ ഏത് പെട്ടു, ഈ മുബ്തദിയിൽ പെട്ടു. അപ്പോൾ മുബ്തദിഅ്, ഫാസിഖ്, കുട്ടി തുടങ്ങിയവരെ തുടരൽ കറാഹത്താണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് അവരെ തുടരുന്നതിനേക്കാൾ നല്ലത്. ഇവരെ തുടർന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ്. ജമാഅത്ത് നിസ്കാരവുമായി ബന്ധമുള്ള കറാഹത്തുണ്ടായാൽ ജമാഅത്തിൻ്റെ മഹത്വം ലഭിക്കുകയില്ല. ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കറാഹത്തുകൾ സംഭവിച്ചാലും ജമാഅത്തിൻ്റെ കൂലി എന്ത് ചെയ്യും, നഷ്ടപ്പെടും, അവർക്ക് ജമാഅത്തിൻ്റെ മഹത്വം ലഭിക്കുകയില്ല. അതുപോലെ തന്നെ മഅ്മൂം ഒരാളാകുമ്പോൾ ഇമാമിൻ്റെ ഇടത് ഭാഗത്തോ പിറകിലോ നിൽക്കൽ, ഇതൊക്കെ എന്താണ് ജമാഅത്തിൻ്റെ ശ്രേഷ്ഠ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അഞ്ഞ് പറയണം കേട്ടോ. ഇമാമിൻ്റെ മഅ്മൂം ഒരാളാകുമ്പോൾ ഇമാമിൻ്റെ ഇടത് ഭാഗത്തോ പിറകിലോ നിൽക്കൽ, അങ്ങനെ നിന്നാൽ ജമാഅത്തിൻ്റെ മഹത്വം എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അതുപോലെ തന്നെ സ്വഫിൽ നിന്ന് അകന്ന് നിൽക്കൽ, സ്വഫിൽ എന്ത് ചെയ്യുക, അകന്ന് നിൽക്കുക, ഒരു വിടവുണ്ടാക്കിക്കൊണ്ട് അവിടുന്ന് അകന്ന് നിൽക്കുക, അങ്ങനെ ചെയ്താലും ജമാഅത്തിൻ്റെ കൂലി, ജമാഅത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടും. അതുപോലെ തന്നെ സ്വഫുകൾക്കിടയിൽ 3 മുഴത്തിലധികം ഉണ്ടാകൽ, ഓരോ സ്വഫുകൾക്കിടയിലും 3 മുഴത്തിൽ കൂടാൻ പാടില്ല. അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിലും എന്ത് സംഭവിക്കും, ജമാഅത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടും. അതുപോലെ തന്നെ മുന്നിലെ സ്വഫ് പൂർത്തിയാകാതെ പിറകിൽ നിൽക്കൽ, നമ്മുടെ മുമ്പിലൊരു സ്വഫുണ്ട്, ആ സ്വഫ് പൂർത്തിയായിട്ടില്ല, ആ സ്വഫ് പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു സ്വഫ് തുടർന്നാൽ അവിടെയും ജമാഅത്തിൽ കറാഹത്തുകൾ സംഭവിക്കുകയാണ്. അവിടെയും എന്ത് സംഭവിക്കും, ജമാഅത്തിൻ്റെ മഹത്വം, ജമാഅത്തിൻ്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇമാമിനോടൊപ്പം മനഃപൂർവ്വം കൗലും ഫിഅലും ചെയ്യുക, ഇമാമിനോട് കൂടെ കൗലും ഫിഅലും ചെയ്യുക, കൗലിയായ ഫർദുകൾ
എന്ന് പറഞ്ഞാൽ ഇമാമിനോട് കൂടെ എന്ത് ചെയ്യുക, ചൊല്ലുക, അല്ലെങ്കിൽ ഇമാമിനോട് കൂടെ ഓതുക, അല്ലെങ്കിൽ ഇമാമിനോട് കൂടെ സുജൂദിക്ക് പോവുക, അല്ലെങ്കിൽ ഇമാമിനോട് കൂടെ റുക്കുവിക്ക് പോവുക, അങ്ങനെ ചെയ്യാനും പാടില്ല. ഇമാമിൻ്റെ മുമ്പും പോകാൻ പാടില്ല, ഇമാമിനോട് കൂടെയും പോകാൻ പാടില്ല. പിന്നെ ഇമാമ് ചെയ്തതിന് ശേഷമാണ് മഅ്മൂം ചെയ്യേണ്ടത്. അപ്പോൾ ഖൗലിയാണെങ്കിലും ഫിഅലിയാണെങ്കിലും ഫാത്തിഹ ഓതാണ്, സൂറത്താണ്, ഏതാണെങ്കിലും ഇമാമിൻ്റെ കൂടെ ചെയ്യരുത്. അതുപോലെ തന്നെ സുജൂദ് റുക്കൂ പോലെ ഇഅ്തിദാൽ പോലെയുള്ളത് ചെയ്യുകയാണെങ്കിൽ ഇമാമിൻ്റെ കൂടെ ചെയ്യരുത്, ഇമാമ് ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ജമാഅത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടും. അടുത്തത്, ഇമാമിനേക്കാൾ ശർഈയായ കാരണമില്ലാതെ ഫിഅലിയായ റുക്ന് കൊണ്ട് പിന്നിലാവുക. ഇമാമിനേക്കാൾ ശർഈയായ കാരണമില്ലാതെ ഫിഅലിയായ റുക്ന് കൊണ്ട് പിന്നിലാവുക. ഫിഅലിയായ റുക്ന് പ്രവർത്തിപരമായ റുക്നുകളെ കൊണ്ട് പിന്നിലാവുക. അതായത് ഇമാമ് ഫാത്തിഹ ഓതി റുക്കുവും കഴിഞ്ഞു, ഇഅ്തിദാലും കഴിഞ്ഞു, സുജൂദിലേക്ക് പോവാണ്, അപ്പോഴും മഅ്മൂം എവിടെ ഉള്ളത്? നിർത്തലത്തിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ചെയ്താലും ജമാഅത്തിൻ്റെ എന്ത് ചെയ്യും? കൂലി നഷ്ടപ്പെടും. ഇനി ഇമാമിന് മുമ്പ് ഫിഅലിയായ റുക്ന് ചെയ്യാൻ തുടങ്ങൽ. ഇമാമിൻ്റെ മുമ്പ് എന്ത് ചെയ്യുക? ഫിഅലിയായ റുക്ന് ചെയ്യുക. ഇമാം റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പാണ് റുക്കു ചെയ്യുക, അല്ലെങ്കിൽ ഇമാം ഇഅ്തിദാലിലെ അല്ലെങ്കിൽ ഇമാം സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് മഅ്മൂം സുജൂദ് ചെയ്യുക. അങ്ങനെ ചെയ്താലും ജമാഅത്തിൻ്റെ കൂലി നഷ്ടപ്പെടും. അടുത്തത്, സൂറത്ത് പൂർത്തിയാക്കാൻ മഅ്മൂം പിന്തൽ. സൂറത്ത് പൂർത്തിയാക്കാൻ വേണ്ടി ഇമാം റുക്കുവിലേക്ക് പോയി, ഇമാമിൻ്റെ കൂടാണ്ട് പോയാൽ മതി. പിന്നെ അവൻ ഓതുന്ന സൂറത്ത് എന്ത് ചെയ്യേണ്ടതില്ല? പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കേണ്ടതില്ല. അങ്ങനെ നിന്നാലും ജമാഅത്തിൻ്റെ കൂലി നഷ്ടപ്പെടും. എന്നിവയും ജമാഅത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന കറാഹത്തുകളാണ്. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്? ജമാഅത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, കറാഹത്തുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ജമാഅത്തിൻ്റെ കൂലി എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഇനി മഅ്മൂം ഒരാൾ മാത്രമേ ഉള്ളുവെങ്കിൽ ഇമാമിൻ്റെ വലത് ഭാഗത്ത് ഇമാമിൻ്റെ അടുത്തായി നിൽക്കുകയാണ് വേണ്ടത്. മഅ്മൂം ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരാൾ മാത്രം. എന്നാൽ രണ്ടേരാണ് നിസ്കരിച്ചാൽ വന്നിട്ടുണ്ട്, അപ്പോൾ ഒരാൾ ഇമാമ് നിൽക്കണോ? അപ്പോൾ മറ്റാൾ എവിടെ നിൽക്കേണ്ടത്? അയാൾ നിൽക്കേണ്ടത് ഇമാമിൻ്റെ വലത് ഭാഗത്ത് ഇമാമിൻ്റെ അടുത്തായി നിൽക്കുകയാണ് വേണ്ടത്. ഇമാമിൻ്റെ വലത് ഭാഗത്ത് കുറച്ച് പിന്തികൊണ്ട് ഇമാമിൻ്റെ അടുത്ത് നിൽക്കുകയാണ് വേണ്ടത്. രണ്ടാമതൊരു മഅ്മൂം കൂടി എത്തിയാൽ അയാൾ ഇമാമിൻ്റെ ഇടത് ഭാഗത്ത് നിന്ന് തക്ബീർ ചൊല്ലിയതിന് ശേഷം രണ്ട് പേരും കൂടി പിന്നോട്ട് മാറി ഒരു സഫായി നിൽക്കണം. അങ്ങനെ രണ്ടാമതൊരു മഅ്മൂം കൂടി വന്നു. ഇപ്പോൾ ഒരു മഅ്മൂമല്ല അവിടെ ഇങ്ങനെ നിൽക്കുന്നത്, ഇമാമിൻ്റെ കൂടെ ഒരു മഅ്മൂമുള്ളൂ. അയാൾ ഇമാമിൻ്റെ വലത് ഭാഗത്ത് ഇമാമിനോട് അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാളും കൂടെ വന്നു. അപ്പോൾ രണ്ടാമത്തെ മഅ്മൂം വന്നാൽ അയാൾ എന്താ ചെയ്യേണ്ടത്? ഇമാമിൻ്റെ ഇടതു ഭാഗത്ത് നിന്ന് തക്ബീർ ചൊല്ലിയതിന് ശേഷം ഇമാമിൻ്റെ ഒന്നാമത്തെ മഅ്മൂം നിൽക്കുന്ന അതിൻ്റെ നേരെ ഇപ്പുറത്ത് ഇമാമിൻ്റെ ഇടത് ഭാഗത്ത് വന്ന് നിന്ന് പിന്നെ തക്ബീർ ചൊല്ലിയതിന് ശേഷം രണ്ട് പേരും കൂടി പിന്നോട്ട് മാറി ഒരു സഫായി നിൽക്കണം. രണ്ടുപേരും കൂടെ പിന്നോട്ട് വന്നിട്ട് ഒരു സഫായിട്ട് നിൽക്കണം. മഅ്മൂമുകൾക്ക് പിന്നോട്ട് മാറാൻ പ്രയാസമാണെങ്കിൽ ഇമാമ് മുന്നോട്ട് നീങ്ങിയാലും മതി. അതായത് പിന്നോട്ട് നീങ്ങാനുള്ള സ്ഥലമില്ല, എന്നാൽ ഇമാമിന് എന്ത് ചെയ്ത് മുന്നിലേക്ക് സ്ഥലം ഉണ്ടേനും, എന്നാൽ ഇമാം എന്ത് ചെയ്താൽ മതി? മുന്നിലേക്ക് നിന്നാൽ മതി. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ കണ്ട് നമുക്കും മനസ്സിലാക്കാം. ഒരു ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു ഇമാമും മഅ്മൂമും മാത്രമാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ആ ഇമാം എവിടെ നിൽക്കണം, മഅ്മൂം എവിടെ നിൽക്കണം? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു, എന്നാൽ അദ്ദേഹം എവിടെ നിൽക്കണം, എങ്ങനെ നിൽക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു ഇമാമും മഅ്മൂമും മാത്രമാണെങ്കിൽ ഇമാമിൻ്റെ വലതുവശത്ത് ഒരല്പം പിന്തിയാണ്, ഒരല്പം ബേക്കോട്ട് നിന്നാണ് ആര് നിൽക്കേണ്ടത്? മഅ്മൂം നിൽക്കേണ്ടത്. ഇനിയോ നോക്കൂ, അടുത്തൊരാൾ വരുന്നത് കണ്ടോ നിങ്ങൾ? ആ വരുന്ന ആൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ശരിക്കും നോക്കേ, എല്ലാവരും നോക്കിക്കോളൂ. കണ്ടോ? ആദ്യം ഒരാൾ വന്നു നിന്നു, ഇമാമായി നിന്നു. ബേക്കിൽ ഒരല്പം വലതു ഭാഗത്ത് ഒരല്പം ബേക്കിലായിട്ട് മഅ്മൂം നിന്നു. വേറെ ആൾ വന്നപ്പം അയാൾ ഇടതു ഭാഗത്ത് നിന്നു. എന്നിട്ടോ രണ്ടാളും കൈകെട്ടിയതിന് ശേഷം, ആദ്യം ഒരാൾ കൈകെട്ടിയിട്ടുണ്ട്, മറ്റേ ആളും കൈകെട്ടിയതിന് ശേഷം ഒന്നിച്ച് ബേക്കോട്ട് ഇറങ്ങി, എന്നിട്ട് സഫായിട്ട് നിന്നു.
ഇനി ജമാഅത്തിൻ്റെ അദബുകളാണ് പറയുന്നത്. ജമാഅത്തിന് വേണ്ടി സാവധാനം പോവുക. എങ്ങനെ പോവുക? സാവധാനം പോവുക. അങ്ങനെ സാവധാനം പോകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വരും, ഇല്ലെങ്കിൽ ഓടേണ്ടി വരും ജമാഅത്ത് കിട്ടണമെങ്കിൽ. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങുക, എന്നിട്ട് സാവധാനം പോവുക. സ്വഫ് നേരെയാക്കുക. നിൽക്കുന്ന സ്വഫ് എന്ത് ചെയ്യണം? അത് നേരെയാക്കുക. ഇഖാമത്തിന് ശേഷം എഴുന്നേൽക്കുക. ഇഖാമത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി? അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റാൽ മതി. നമ്മൾ ഇരിക്കുകയാണ്, ജമാഅത്ത് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്. എന്നാൽ ഇഖാമത്ത് കഴിഞ്ഞ്, ഇഖാമത്ത് കൊടുത്ത് കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അവിടുന്ന് എഴുന്നേറ്റാൽ മതി. അതാണ് അദബ്. ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതുക. ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം മഅ്മൂം എന്ത് ചെയ്യേണ്ടത്? ഫാത്തിഹ തുടങ്ങേണ്ടത്. ഇമാമ് ചെയ്തു കഴിഞ്ഞ ഉടനെ ഒരു കാര്യവും ചെയ്യുക തുടങ്ങിയവ. ഇമാമ് ചെയ്തു കഴിഞ്ഞ ഉടനെ ഓരോ കാര്യവും ചെയ്യുക തുടങ്ങിയവ ജമാഅത്തിൻ്റെ അദബുകളാണ്. ഇമാമ് ഓരോ കാര്യങ്ങളും, ഓരോ ഫർദാണെങ്കിലും ഓരോ സുന്നത്താണെങ്കിലും ഏതാണെങ്കിലും ഇമാമ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക? ഓരോ കാര്യവും ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ജമാഅത്തിൻ്റെ അദബുകളാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നസിൽ ചേരുംപടി ചേർക്കാനാണ്. ഒന്ന്, തക്ബീർ ചൊല്ലിയ ശേഷം ഇമാമിനോടൊപ്പമുള്ള ഖിയാമിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവൻ. അപ്പോൾ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കാൻ അവൻ വന്നു, പക്ഷേ അല്പം പിന്തിയവനായിട്ടാണ് വന്നത്. ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതാനുള്ള സമയം അവൻക്ക് ലഭിച്ചില്ല. എന്നാൽ അവനെക്കുറിച്ച് എന്താ പറയുക? അവൻ്റെ പേരെന്താണ്? ആൻസർ സി, മസ്ബൂക്ക്. മസ്ബൂക്ക് എന്നാൽ പിന്തി തുടർന്നവൻ. അതാണ് അതിൻ്റെ ആൻസർ. 2, തക്ബീർ ചൊല്ലിയ ശേഷം ഖിയാമിൽ ഫാത്തിഹ ഓതാൻ സമയം ലഭിച്ചവൻ. തക്ബീർ ചൊല്ലിയ ശേഷം ഖിയാമിൽ ഫാത്തിഹ, ഇമാമിനോടൊപ്പമുള്ള ഖിയാമിൽ ഫാത്തിഹ ഓതാൻ സമയം ലഭിച്ചവൻ. അവന് പറയുന്ന പേരെന്താ? ആൻസർ എ ആണ്, മുവാഫിഖ്. അവൻ്റെ പേര് മുവാഫിഖ് എന്നാണ് പറയുക. ഇനി മൂന്നാമത്തേത് തുടരൽ കറാഹത്താണ്. തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. ആരോട്? ആൻസർ ബി, ഫാസിഖിനോട്. ഇനി രണ്ടാമത്തേത് നുക്കമ്മിൽ, പൂരിപ്പിക്കാനുള്ളതാണ്. 1, തക്ബീർ ചൊല്ലിയ ഉടനെ മസ്ബൂക്ക് ഡാഷ് ഓതുകയാണ് വേണ്ടത്. തക്ബീർ ചൊല്ലിയ ഉടനെ മസ്ബൂക്ക് ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. അതായത് ഇവൻ പിന്തി തുടർന്നവനായിരിക്കും. അവസാനം ഇമാമിൻ്റെ ഖിയാമിൽ പിന്തി തുടർന്നവനാണ്. ഇമാമിനോട് കൂടെ ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ്. അവൻ പിന്നെ അവിടെ ദുആഉൽ ഇഫ്തിതാഹ് അതുപോലെ അഊദു അതൊന്നും ഓതാൻ നിൽക്കാൻ പാടില്ല. നേരെ ഫാത്തിഹയാണ് ഓതേണ്ടത്. 2, ഇമാമിനോടൊപ്പം ഡാഷ് ലഭിച്ചാൽ മസ്ബൂക്കിന് റക്അത്ത് ലഭിക്കും. ഇമാമിനോടൊപ്പം റുക്കൂഅ് ലഭിച്ചാൽ മസ്ബൂക്കിന് റക്അത്ത് ലഭിക്കും. 3, ഖുർആൻ നിയമമനുസരിച്ച് ഓതാൻ അറിയാത്തവന് ഡാഷ് നിൽക്കാൻ യോഗ്യനല്ല. എന്ത് നിൽക്കാൻ? ഇമാമത്ത് നിൽക്കാൻ യോഗ്യനല്ല. 4, ജമാഅത്ത് നിസ്കാരവുമായി ബന്ധമുള്ള ഡാഷ് ഉണ്ടായാൽ ജമാഅത്തിൻ്റെ കൂലി ലഭിക്കുകയില്ല. എന്തുണ്ടായാലാണ്? ജമാഅത്തുമായി ബന്ധപ്പെട്ട കറാഹത്തുകൾ ഉണ്ടായാലാണ് ജമാഅത്തിൻ്റെ കൂലി ലഭിക്കാതിരിക്കുക. 5 പറഞ്ഞത് മഅ്മൂമായി ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇമാമിൻ്റെ ഡാഷ് ഭാഗത്ത് അടുത്തായി നിൽക്കണം. ഇമാമിൻ്റെ വലത് ഭാഗത്ത് അടുത്തായിട്ടാണ് നിൽക്കേണ്ടത്. അല്പം പിന്തിയിട്ട് അടുത്തായിട്ടാണ് നിൽക്കേണ്ടത്. 6, മുബ്തദി, ഫാസിഖ്, കുട്ടി തുടങ്ങിയവരെ ഡാഷ് കറാഹത്താണ്. തുടങ്ങിയവരെ തുടരൽ കറാഹത്താണ്. 7, ജമാഅത്തിൽ സൊഫുകൾക്കിടയിൽ ഡാഷ് മുഴത്തിലധികമുണ്ടാവൽ കറാഹത്താണ്. എത്ര മുഴം? 3 മുഴത്തിലധികമുണ്ടാവൽ കറാഹത്താണ്. 8, നിസ്കാരത്തിനിടയ്ക്ക് ഇമാം ഡാഷ് എന്ന് വ്യക്തമായാൽ നിസ്കാരം മുറിച്ച് വീണ്ടും നിസ്കരിക്കണം. നിസ്കാരത്തിനിടയ്ക്ക് ഇമാമത്തിന് യോഗ്യനല്ല എന്ന് വ്യക്തമായാൽ, ഇവിടെ ഇമാമത്ത് എന്നാണ്, ഇമാമത്തിന് യോഗ്യനല്ല എന്ന് വ്യക്തമായാൽ നിസ്കാരം മുറിച്ച് വീണ്ടും നിസ്കരിക്കണം. 3, നക്തുബിൽ ഫിഖ്റ, ഗണ്ണിക എഴുതാനാണ്. 1, ജമാഅത്തിൻ്റെ അദബുകൾ. ജമാഅത്തിൻ്റെ അദബുകൾ എന്നതിനെക്കുറിച്ച് ഒരു ഗണ്ണിക എഴുതാനാണ്. നമ്മുടെ പാഠത്തിൽ അവസാനത്തെ പാരഗ്രാഫ് ജമാഅത്തിൻ്റെ അദബുകളാണ് പറയുന്നത്. ജമാഅത്തിന് വേണ്ടി സാവധാനം പോവുക, സ്വഫ് നേരെയാക്കുക, ഇഖാമത്തിന് ശേഷം എഴുന്നേൽക്കുക, ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതുക, ഇമാം ചെയ്തു കഴിഞ്ഞ ഉടനെ ഓരോ കാര്യവും ചെയ്യുക തുടങ്ങിയ ജമാഅത്തിൻ്റെ അദബുകളാണ് എന്ന് പറഞ്ഞ് കാണാം. ഇനി അടുത്തത് 4, തഖ്സീസ്. 1,
ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങൾ നിർമ്മിച്ച് ഉത്തരമെഴുതുക. പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങൾ. പാഠം വിശാലമാണ്. 5 ചോദ്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഉത്തരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ മാത്രമല്ല വേറെ ചോദ്യങ്ങളും ഉണ്ടാക്കാവുന്നതാണ്. 1. ആരാണ് മസ്ബൂക്ക്? ഒന്നാമത്തെ ചോദ്യം. ആൻസർ: ഇമാമിനോടൊപ്പം ഖിയാമിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവൻ, അവനാണ് മസ്ബൂക്ക്. ഇനി രണ്ടാമത്തെ, ആരാണ് മുവാഫിഖ്? ആൻസർ: ഇമാമിനോടൊപ്പം ഖിയാമിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയവൻ. ഇമാമിനോടൊപ്പം ഖിയാമിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയവനാണ് മുവാഫിഖ്. മൂന്നാമത്തെ ചോദ്യം, മസ്ബൂക്ക് തക്ബീർ ചൊല്ലിയ ഉടനെ ചൊല്ലാൻ പാടില്ല എന്ത്? ആൻസർ: വജ്ജഹ്തു അഊദു. ദുആഉൽ ഇഫ്തിതാഹും അഊദും അവനെന്ത് ചെയ്യാൻ പാടില്ല? ഓതാൻ പാടില്ല. 4. ആരെയെല്ലാം തുടരൽ കറാഹത്താണ്? ആൻസർ: മുബ്തദിഅ്, ഫാസിഖ്, കുട്ടികൾ. 5. മഅ്മൂം ഒരാൾ മാത്രമാണെങ്കിൽ ഇമാമിൻ്റെ എവിടെ നിൽക്കണം? ആൻസർ: വലതുഭാഗത്ത്. വേറെയും ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തത്, ഒരു മഅ്മൂമാണെങ്കിൽ ഇമാമിനോടടുത്തായി നിൽക്കേണ്ട രൂപവും മറ്റൊരാൾ വന്നാൽ തുടരേണ്ട രൂപവും ക്ലാസ്സിൽ ചെയ്ത് കാണിക്കുക. അപ്പോൾ നമ്മളത് ക്ലാസ്സിൽ ചെയ്ത് കാണിക്കേണ്ടതാണ്. ഒരാൾ വന്നാൽ ഇമാമിൻ്റെ വലത് ഭാഗത്ത് അല്പം പിന്തി നിൽക്കുന്നു, അടുത്ത ആൾ വന്നാൽ ഇമാമിൻ്റെ ഇടത് ഭാഗത്ത് അല്പം പിന്തിയിട്ട് തക്ബീർ ചൊല്ലുന്നു. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് ബാക്കോട്ട് ഇറങ്ങാൻ സ്ഥലമില്ലെങ്കിൽ പിറകിലോട്ട് ഇറങ്ങിയിട്ട് ഒരു സ്വഫായിട്ടാണ് നിൽക്കേണ്ടത്. അങ്ങനെ സൗകര്യമില്ലെങ്കിൽ ഇമാമ് മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് വേണ്ടത്.